ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. ജീവിതത്തിൽ എത്ര വലിയ ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള രഹസ്യം ഇനിയും ആലോചിച്ച് നിൽക്കാതെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ടൈം ടേബിൾ സെറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? ഇപ്പോൾ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോഴും രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര നേരം പഠിക്കണം, ഇത്ര അവർ പഠിക്കണം എന്നൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ഇന്ന് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിലോ? നമ്മൾ ആ ടൈം ടേബിളിനനുസരിച്ച് പിന്നെയും അടുത്ത ടൈം ടേബിൾ സെറ്റ് ചെയ്യും. പക്ഷേ അതല്ല, നമുക്കത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ എപ്പോൾ എഴുന്നേക്കുന്നോ അല്ലെ എപ്പോൾ മുതൽ പഠിക്കാൻ സാധിക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുക. അതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ 5 ക്ലാസ്സുകൾ പഠിച്ചു. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും അതുകൂടാതെ 5 ക്ലാസ്സുകൾ എന്തായിരുന്നു? ബേസിക് അക്കൗണ്ടിങ് ടേംസും പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻസുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്ന MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? നോക്കേ, Accounting concept refers to the basic assumptions and rules and principles which work as the basis of recording of business transactions and preparing accounts. എന്താ പറയുന്നത്? അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുവാനോ, അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുവാനോ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുവാനോ കുറച്ച് പ്രിൻസിപ്പിൾസും റൂൾസൊക്കെ ഉണ്ട്, അസംഷൻസൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുവാനായിട്ട് അക്കൗണ്ടിങ്ങിൽ കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട് ഇല്ലേ? നമുക്ക് സിഗ്നിഫിക്കൻറ്റ് മാനറിൽ, മണി ടേംസിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. നോക്കേ, ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിൻക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. എന്താ പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സും ഓണേഴ്സും സെപ്പറേറ്റ് ആണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. ബിസിനസ്സും ഓണേഴ്സും രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് the business and its owners are to be treated as two separate entities. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സും ഓണേഴ്സും രണ്ടാണ്. ഓർത്ത് വയ്ക്കുക. എക്സാമ്പിൾ നോക്കിയേ. When a person brings in some money as capital into his business, in accounting record it is treated as liability of the business to the owner. എന്താ പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ലൈബിലിറ്റിയാണ് അല്ലേ? ക്യാപിറ്റൽ നമ്മൾ ലൈബിലിറ്റി സൈഡിലാണ് എഴുതുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ് ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി ആയിട്ട് മാറിയത്. വേറൊരു എക്സാമ്പിൾ നോക്ക്. സിമിലർലി when the owner withdraws any money from the business for his personal expenses, it is treated as reduction of owner's capital and consequently എ റിഡക്ഷൻ ഇൻ ദ ലൈബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്. എന്താ പറയുന്നത്? നമ്മൾ വിഡ്രോ ചെയ്യുന്നു, പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഓണേഴ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ ഓണേഴ്സിന് കൊടുക്കേണ്ട ലൈബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ബിസിനസ് ആദ്യം ഒരു 10,000 രൂപ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് നമുക്ക് തരാനുണ്ടായിരുന്നു. നമ്മളൊരു 5,000 രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5,000 രൂപ നമ്മൾ 10,000ത്തിൽ നിന്ന് കുറയ്ക്കും. ക്യാപിറ്റലിൽ നിന്ന് 5,000 കുറച്ച് ബാക്കി 5,000 മാത്രമായിരിക്കും ബിസിനസ്സിന് നമ്മളോടുള്ള ലൈബിലിറ്റി. സെക്കൻഡ് കൺസെപ്റ്റ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. എന്താ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്? നമ്മൾ അക്കൗണ്ടിങ് ഡെഫിനിഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, മണി ടേംസിലുള്ള അല്ലെങ്കിൽ മണി വെർത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു മാനേജറെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോയിൻമെൻറ്റ് ഓഫ് എ മാനേജർ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണെങ്കിൽ കൂടി നമ്മളത് മണി ടേംസിലല്ലാത്തത് കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഒരു ബിസിനസ്
കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഇൻഡെഫിനിറ്റ്ലി പീരീഡിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റുമോ നോക്കുക. ഗോയിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല, അത് തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. 50,000 രൂപയ്ക്ക് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അതൊരു 5 വർഷം നമ്മൾ അതിൻ്റെ യൂസ്ഫുൾ ലൈഫായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ 10,000 വീതമാണ് റിട്ടേൺ ഓഫ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ബിസിനസ് നിൽക്കുന്നില്ല, ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ 5 വർഷത്തേക്ക് എടുക്കുന്നത്. ഇപ്പോൾ ബിസിനസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇല്ലെങ്കിലോ, ബിസിനസ്സിൻ്റെ ആദ്യത്തെ വർഷം തന്നെ എപ്പോഴാണോ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ച് ആ വാങ്ങുന്ന വർഷം തന്നെ നമ്മൾ 50,000 റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കവർ ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. യൂഷ്വലി അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 12 മന്ത്സ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചതെന്ന് അറിയാൻ. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതോ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സ്മോളർ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. യൂഷ്വലി 12 മന്ത്സ് ആണ്. അതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ്? എന്തായിരിക്കും? ദ കോസ്റ്റ് കൺസെപ്റ്റ് റിക്വയേഴ്സ് ദാറ്റ് all assets are recorded in the book of account at their purchase price, which include cost of acquisition, transportation, installation and making the asset ready to use. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിൽ തന്നെ ആയിരിക്കും അത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്ന പ്രൈസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും, അതോടൊപ്പം ഇൻസ്റ്റലേഷൻ ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ ആ വാങ്ങിക്കുന്ന വില അല്ലെങ്കിൽ ആ പർച്ചേസ് പ്രൈസിനാണ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള പർച്ചേസ് പ്രൈസാണ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അത് ഇയർ ആഫ്റ്റർ ഇയർ നമ്മുടെ വാല്യൂ, മണി വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അതൊരു ലിമിറ്റേഷനാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് ട്രൂ വെർത്ത്, ഒരു ബിസിനസ്സിൻ്റെ ട്രൂ വെർത്ത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ 10 വർഷം മുമ്പ് വാങ്ങിച്ച അസറ്റ് ആണെങ്കിലും അതിനിന്നും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ട്രൂ വെർത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തത് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. എന്താ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഓരോ ട്രാൻസാക്ഷനും 2 ഇഫക്റ്റ് ഉണ്ടാകും. ഒന്നെങ്കിൽ ഡെബിറ്റും മറ്റത് ക്രെഡിറ്റും അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? നോക്കി, ഫേം പർച്ചേസ് ഗുഡ്സ് വെർത്ത് ₹10 lakh ഓൺ ക്യാഷ്. എന്താ പറയുന്നത്? ഗുഡ്സ് വാങ്ങിച്ചു, 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് ക്യാഷിന് വാങ്ങിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ഗുഡ്സ് കൂടി, അതായത് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്, ആ അസറ്റ് കൂടി, ഇൻക്രീസ് ചെയ്തു. പിന്നെയോ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ക്യാഷ് കുറയും. ക്യാഷും ഒരു അസറ്റാണ്, അത് കുറഞ്ഞു. ഇവിടെ 2 ട്രാൻസാക്ഷനാണ് വരുന്നത്. എങ്ങനെയാണത്? ജേർണൽ എൻട്രി എഴുതുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്ന് വരും. അതായത് പർച്ചേസ് ഡെബിറ്റ് ബാലൻസും ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസും വരും. അല്ലെങ്കിൽ എങ്ങനെ പറയും? ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാകും. അതിനെയാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഈ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. അതായത് ഡെബിറ്റും ക്രെഡിറ്റും, ഗിവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും. ഓക്കെ, അടുത്ത കൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റവന്യൂ നമുക്ക് ഉണ്ടായിട്ട് അത് റിയലൈസ് ചെയ്യുമ്പോഴാണ് അതിവിടെ അക്കൗണ്ടിങ് റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോക്കിയൊന്ന്, ദ കൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ റിക്വയേഴ്സ് ദാറ്റ് ദ റവന്യൂ ഫോർ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. എന്താ റിയലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ്. എന്താ പറയുന്നത്? ഒന്നെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നു, അല്ലെങ്കിലോ ഒരു ലീഗൽ റൈറ്റ്, നമുക്ക് പൈസ കിട്ടും എന്നുള്ളതിനുള്ള ഒരു ലീഗൽ റൈറ്റ് അവിടെ ഉണ്ടാകുന്നു. അതിനെയാണ് റവന്യൂ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്.
ഒന്നെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ റവന്യൂ കിട്ടുന്നത് ഒരു റവന്യൂ റിയലൈസ് ആണെന്ന് പറയാം. അല്ലെങ്കിലോ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പണം കിട്ടുന്നില്ല. പക്ഷേയോ അവിടെ ഒരു ലീഗൽ റൈറ്റ് ഉണ്ടാകുന്നു അല്ലേ. അടുത്ത ദിവസം അല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ അവർ നമുക്ക് ക്യാഷ് തരും എന്നൊരു ലീഗൽ റൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിലും അതിന് എന്തായിട്ട് കണക്കാക്കും? റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ ആയിട്ട് കണക്കാക്കും. Next one, matching concept. It states that expenses incurred in an accounting period should be matched with revenue during that period. എന്താ പറയുന്നത്? എക്സ്പെൻസും റവന്യൂവും തമ്മിലൊരു മാച്ചിങ് ഉണ്ടായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The salesman in your company could earn some commission due to their sales performance. എന്താ പറയുന്നത്? ഒരു സെയിൽസ്മാന് സെയിൽസ് പെർഫോമൻസ് കാരണം കുറച്ച് കമ്മീഷൻ ഡ്യൂ ആയിട്ടുണ്ട്. 5% ഓഫ് ദ സെയിൽസ് കമ്മീഷൻ വുഡ് ബി പ്രൊവൈഡഡ് ടു ദ സെയിൽസ്മാൻ. എത്ര ശതമാനം? 5%. ദ കമ്മീഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺലി വെൻ സെയിൽസ് ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ്. എപ്പോഴാണ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുക? സെയിൽസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാത്രമേ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഇൻ ഡിസംബർ 2016 ദ സെയിൽസ്മാൻ കുഡ് ഏൺ 2,000 but the commission payment will be payable in January of the following year. എന്താ ഇവിടെ പറയുന്നത്? 2016 ഡിസംബറിൽ എത്ര? 2,000 രൂപ ഏൺ ചെയ്തു. പക്ഷേ അത് അടുത്ത വർഷം ജാനുവരിയിലാണ് പേയബിൾ ആവുകയുള്ളൂ. നീ നോക്കിയേ, ബേസ്ഡ് ഓൺ ദ മാച്ചിങ് പ്രിൻസിപ്പിൾ ഈവൻ ദ കമ്മീഷൻ ഈസ് പെയ്ഡ് ഇൻ ജാനുവരി ബട്ട് ദ കമ്മീഷൻ എക്സ്പെൻസസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ഡിസംബർ 2016. എന്താ പറയുന്നേ? കമ്മീഷൻ പേ ചെയ്യുന്നത് ജാനുവരിയിലാണെങ്കിലും കമ്മീഷൻ എക്സ്പെൻസ് കാണിക്കുന്നത് എപ്പോഴാണ്? ആ റവന്യൂ കിട്ടിയ അതേ ഡിസംബർ 2016 തന്നെയാണ് കമ്മീഷൻ എക്സ്പെൻസും കാണിക്കുന്നത്. അതായത് ആ സെയിൽസ് നടത്തപ്പോൾ നമുക്ക് കിട്ടിയ റവന്യൂ അതിന് മാച്ചായിട്ട് അതിനുണ്ടായ എക്സ്പെൻസ്, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ റവന്യൂവിലുണ്ടായ എക്സ്പെൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ അതാണ് ആ റവന്യൂവിൽ റിലേറ്റ് ചെയ്ത എക്സ്പെൻസും കാണിക്കുമ്പോൾ അതെന്താവും? ഒരു മാച്ചിങ് പ്രിൻസിപ്പിൾ ആകും. നെക്സ്റ്റ് വൺ, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. നമുക്കറിയാം, നമ്മൾ ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും പഠിച്ചു. അവർക്ക് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും പഠിച്ചു. The financial statements makes a full, fair and adequate disclosure of all information which is relevant for taking decisions. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാം ഫുള്ളായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. The principle of full disclosure requires that all material and relevant fact concerning financial performance of an enterprise must be fully and completely disclosed in the financial statements and their accompanying footnotes. ഒരു എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ കാര്യങ്ങളും, മെറ്റീരിയൽ ഫാക്റ്റും റെലവൻറ്റ് ഫാക്റ്റും ഫുള്ളി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ യൂസേഴ്സിന് അത് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. The accounting information provided by the financial statements would be useful in drawing conclusion regarding the working of an enterprise only when it allows comparison over a period of time as well as with the working of other enterprises. നമുക്കൊരു ഇൻഫോർമേഷൻ എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്? നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ ഇവിടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആയാലും കഴിഞ്ഞ വർഷമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു എൻ്റർപ്രൈസ് ആയിട്ടോ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോഴാണ് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷന് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ നോക്കിയേ, ദിസ് ക്യാൻ ബി പോസിബിൾ ഓൺലി വെൻ അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ എൻ്റർപ്രൈസസ് ആർ യൂണിഫോം ആൻഡ് ആർ കൺസിസ്റ്റൻറ്റ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. എന്താ പറയുന്നത്? കമ്പാരിസണൊക്കെ എപ്പോഴാണ് പോസിബിൾ ആകുക? നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് പോളിസീസും പ്രാക്ടീസസും യൂണിഫോം ആയിരിക്കണം അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ഫേമിൽ ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടി ഒരു വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും പിന്നീടുള്ള വർഷം റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡും ഉപയോഗിച്ചു എന്നിരിക്കാം. അങ്ങനെ വരുമ്പോൾ അത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സിനും അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സിനും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായി മാറും. കമ്പാരിസൺ എങ്ങനെയായിരിക്കും? പോസിബിൾ ആയിരിക്കില്ല.
അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി ഈസ് ഫോളോഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സോ ദാറ്റ് ദ റിസൾട്ട്സ് ഓഫ് 2 അക്കൗണ്ടിംഗ് പീരീഡ്സ് ആർ കമ്പയറബിൾ. എന്താ പറയുന്നേ? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്ഥിരതയുണ്ടായിരിക്കണം. ഏത് പോളിസിയാണ് എടുക്കുന്നതെങ്കിലും അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ആണ് കാണുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഈ വർഷവും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് തന്നെ വെച്ച് ചെയ്യണം. അങ്ങനെയുള്ളപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വൺ, കൺസർവേറ്റിസം കൺസെപ്റ്റ്. എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രുഡൻസ് എന്നറിയപ്പെടുന്നത്? നോക്കിയേ, ദ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം റിക്വയേഴ്സ് ദാറ്റ് പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അൺടിൽ റിയലൈസ്ഡ് ബട്ട് ഓൾ ലോസസ് ഈവൻ ദോസ് വിച്ച് മേ ഹാവ് എ റിമോട്ട് പോസിബിലിറ്റി ആർ ടു ബി പ്രൊവൈഡഡ് ഫോർ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. എന്താ പറയുന്നത്? പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് അത് റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കണം. പക്ഷേ ലോസ് ആണെങ്കിലോ അതിനെന്തെങ്കിലും ഒരു പോസിബിലിറ്റി, ലോസ് വരാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്കത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാം. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ മാത്രം കാണിക്കുവാനും ലോസിന് ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടി ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനും പറയുന്നത്? നോക്കിയേ, ദ കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ കോൺഷ്യസ് അപ്രോച്ച് ഷുഡ് ബി അഡോപ്റ്റഡ് ഇൻ അസർട്ടൈനിങ് ഇൻകം സോ ദാറ്റ് പ്രോഫിറ്റ് ഓഫ് ദ എൻ്റർപ്രൈസ് ആർ നോട്ട് ഓവർ സ്റ്റേറ്റഡ്. പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ആയിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടി, പ്രോഫിറ്റ് കൂടുതലാണ് എന്ന് കാണിക്കാതിരിക്കാനാണ് നമ്മൾ ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. If the profit ascertained are more than the actual, it may lead to distribution of dividend out of capital, which is not fair as it will lead to reduction in the capital of the enterprise. എന്താ പറയുന്നത്? ഇപ്പം നമ്മൾ പ്രോഫിറ്റ് സാധാരണക്കാളും കൂടുതൽ അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവിഡൻറ്റ് കൂടുതൽ കൊടുക്കാൻ കാരണമാകും അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻറ്റ് എവിടെ നിന്നാണ്? ക്യാപിറ്റലിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ അത് ക്യാപിറ്റലും റിഡ്യൂസ് ചെയ്യാൻ കാരണമാകും. കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റ് പോസിബിൾ ലോസസ് ബട്ട് നോട്ട് ഗെയിൻസ്. ലോസസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, പക്ഷേ ഗെയിൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. എന്താ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്? നമ്മൾ മുന്നേ പറഞ്ഞതാ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണെന്ന് നോക്കാം. ദ മെറ്റീരിയാലിറ്റി ഓഫ് എ ഫാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നേച്ചർ ആൻഡ് ദ എമൗണ്ട് ഇൻവോൾവ്. എന്താ പറയുന്നത്? ഒരു സാധനം മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ നേച്ചറും അതുമായി ബന്ധപ്പെട്ട് എത്ര എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതും നോക്കിയാണ്. പിന്നെന്താ പറയുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി റിക്വയേഴ്സ് ദാറ്റ് accounting should focus on material fact. Efforts should not be wasted in recording and presenting fact which are immaterial in the determination of income. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പെൻസില്, ഇറേസറൊക്കെ ഓരോ സ്ഥാപനത്തിൽ ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മളിതൊരു മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു അസറ്റായിട്ടാണോ കാണുന്നത്? അല്ല, അത് ജസ്റ്റ് ഒരു സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളത് എഴുതി നമ്മുടെ ടൈം കളയണ്ട എന്നാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കി. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനിയിൽ 2 ലക്ഷം രൂപ മെഷീനറിക്ക് റിപ്പയറായി ചിലവായെന്ന് വിചാരിക്കാം. അത് അവർക്കൊരു മെറ്റീരിയൽ ആയിരിക്കും. കാരണം എന്താ? 10 ലക്ഷം രൂപയെ ടേൺ ഓവർ ഉള്ളൂ, അതിൽ 2 ലക്ഷം രൂപ റിപ്പയറിനായിട്ട് ചിലവായി. പക്ഷേ ഇപ്പോൾ ഒരു 10 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയിൽ ഈ 2 ലക്ഷം എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിരിക്കുമോ? അല്ല. 10 കോടി ടേൺ ഓവർ ഉള്ളിടത്ത് ഈ 2 ലക്ഷം എന്ന് പറയുന്ന ഒരു ഇമ്മെറ്റീരിയൽ ആയിരിക്കും. അടുത്തത് എന്താണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് നോക്കാം. നോക്കിയേ, ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി റിക്വയേഴ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ ഫ്രീ ഫ്രം ദ ബയാസ് ഓഫ് അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്. This can be possible when each of the transaction is supported by verifiable documents or vouchers. എന്താ പറയുന്നത്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം. അതായത് അക്കൗണ്ടൻസിനോ വേറെ ആർക്കും ഒരു ബയാസ്, അതായത് ഒരു പക്ഷപാതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇററോ ഒന്നും വരത്തക്ക രീതിയിൽ ആയിരിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ വസ്തുനിഷ്ഠമായിരിക്കണം. എങ്ങനെ? ദിസ് ക്യാൻ ബി പോസിബിൾ വെൻ ഈച്ച് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ വെരിഫബിൾ ഡോക്യുമെൻറ്റ്സ് ഓർ വൗച്ചേഴ്സ്. ഓരോ ട്രാൻസാക്ഷനും അതിൻ്റേതായ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ബയാസും ഉണ്ടാവില്ല, കറക്റ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനും ലഭിക്കും.
ഇപ്പം നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് പഠിച്ചത്. ഏതൊക്കെ പഠിച്ചു? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് ആൻഡ് കോസ്റ്റ് കൺസെപ്റ്റ്. പിന്നെ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, പ്രൂഡൻസ് എന്നുള്ളതും ഓർത്ത് വയ്ക്കണം. പിന്നെ മെറ്റീരിയാലിറ്റി, ലാസ്റ്റായിട്ട് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഇങ്ങനെ 13 കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്